ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോബ് പോർട്ടലിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോബ് പോർട്ടൽ അപ്രൂവ് ആക്കിയതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയി കാണുക. ഞാൻ എന്തായാലും മേളിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ നാട്ടിൽ പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു 3 മാസം അല്ലെങ്കിൽ 2-2.5 മാസത്തിന് മുമ്പായിട്ട് നമ്മളൊരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു iOS ആപ്ലിക്കേഷൻ, നമ്മുടെ ഒരു OLX മോഡൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പുറത്തിറക്കുന്നത്, അതായത് നമ്മുടെ ഒരു ബിസിനസ് മോഡലായിട്ട് ഡെവലപ്പ് ചെയ്ത് പുറത്തിറക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റുകളൊന്നും ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചില്ല. പക്ഷേ ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഓൺലൈനിൽ നമ്മളിതൊന്നും അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഓഫ്ലൈനായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അത് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലാം ഈ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്ത് അപ്രൂവൽ എടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേ നാളിലേക്ക് ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആപ്പ് ശരിക്കും iOS-ലുമുണ്ട് ആൻഡ്രോയിഡിലുമുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. iOS-ൽ ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടും iOS-ൽ എനിക്ക് ചെയ്തത്ര വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ കോഡ് നമ്മൾ പർച്ചേസ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു പോയി കാണുക. അപ്പം അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്ത കോഡാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ടീമിന് തന്നെ സഹായം എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നമ്മുടെ ഈ പറഞ്ഞ iOS ആപ്ലിക്കേഷൻ നമ്മുടെ ഒരു ആപ്പ് സ്റ്റോറിലേക്ക് അപ്രൂവൽ എടുത്തതും കാര്യങ്ങളും എല്ലാം ആ ഒരു ടീമിൻ്റെ ഹെൽപ്പ് എടുത്തിട്ടാണ്. ആൻഡ്രോയിഡിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തു. കസ്റ്റമൈസേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ ആ കോഡ് എടുത്തിട്ട് നമ്മൾ ആൻഡ്രോയിഡ് അതുപോലെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി. നമ്മുടെ ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ പോലെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ ചെറിയ രീതിയിൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നോർമൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ് ആപ്പ് ഡൗൺലോഡ്സിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് റിസൾട്ടായിട്ട് നമുക്ക് കുറച്ച് ലൈക്ക് എന്താണെന്ന് പറയുന്ന ഒരു 800 യൂസേഴ്സൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സെയിം OLX മോഡൽ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു 2-3 ടൈപ്പ് ആ ഒരു ബിസിനസ് മോഡലിലേക്ക് എന്താണ് പറയുന്നത്, ഒരു ഇൻകം മോഡൽ നമ്മളതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക അഡ്വർടൈസ്മെൻറ്റ്സ് ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷന്. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ 3 അഡ്വർടൈസ്മെൻറ്റ് 4 അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ ഫ്രീ ആയിട്ടുള്ളൂ. അതിൽ മേളിലേക്ക് പോകുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് എടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ. പിന്നെ അതല്ലാതെ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഒരു സംഭവം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡ്സെൻസ് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ വരുന്നത് ആഡ്മോബ് എന്ന് പറയും. ആഡ്മോബാണ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെല്ലാം അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ബേസിട്ടുള്ള വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യാം. ലൈക്ക് എൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പം അല്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇനിയും വരും ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇനി കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ ഇതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യും. അപ്പം ഇതിനെ ഇങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടോ അല്ല ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതന്ന് ഞാൻ വീഡിയോ ചെയ്ത് സ്റ്റോപ്പാക്കി പോയതാണ്. അപ്പോൾ അതിനുശേഷം ഒരു അപ്ഡേറ്റ്സ് ഞാൻ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.